മിൽമ ജീവനക്കാർ പ്രതിഷേധത്തിന് ഇറങ്ങിയതോടുകൂടി വിൽപ്പനക്കാരും ആശങ്കയിലായിരുന്നു. പ്രതിഷേധം തുടർന്നാൽ ആളുകൾ മറ്റു ബ്രാൻഡുകളെ ആശ്രയിക്കുമെന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടല്ലേ? ഒരു പാല് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു പാല് വാങ്ങി ചായ ഇടുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ വിൽപ്പനക്കാരുടെ ആശങ്ക കൂടി കണ്ടുവരാം. സംസ്ഥാനത്ത് പാൽ വിതരണം പ്രതിസന്ധിയിലായതോടെ തിരുവനന്തപുരത്തും വലിയ തോതിൽ ക്ഷാമമാണ് പാലിന് നേരിടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്തെ ജവഹർ നഗറിലെ തിക്കുറിശി ജംഗ്ഷനിലാണ്. ഇവിടെ നമുക്കൊരു കട കാണാം. ചേട്ടാ, എന്താണ് രാവിലെ തൊട്ടേ പാലിന് വലിയ ക്ഷാമമാണ് നേരിടുന്നതെന്ന് പറയുന്നുണ്ട്? ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന ഡ്രൈവ് അടുക്കി വെച്ച് രാവിലെ മേലെ ഞാൻ കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഏരിയയാണ്. ഈ ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബൂത്താണിത്. പക്ഷേ ഇതുവരെ പാല് വന്നിട്ടില്ല. ആളുകളെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വാർത്ത വരുന്നതോടെ എനിക്കൊരു ആശ്വാസം. ഇതെല്ലാവരും അറിയുമല്ലോ, എൻ്റെ പ്രശ്നമല്ല എന്നുള്ളത്. അധികൃത ഭാഗത്തു നിന്ന് എന്താണ് പറയുന്നത്? ഈ സമരമാണെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞാണ് ഞാൻ സമരമാണോ എന്നുള്ളത് അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് പാല് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കതൊരു വലിയ ഉപകാരമായിരിക്കും. പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ഈ ഒരു പാൽ മാർക്കറ്റിൽ നിന്നായിരിക്കും പാലെത്തുക. അപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതെ, ഇവിടെയുള്ള, കാരണം വളരെ വയസ്സായ കുറേ ആൾക്കാർ മാത്രമുള്ള കുറേ വീടുകളാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. ഇവരെല്ലാം ഈ ബൂത്തിനെ ആശ്രയിച്ചാണ് ഈ പാല് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ എന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാലെന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെയും വന്നിട്ടില്ല. വൈകുന്നേരം ആവുമെന്നാണ് അവർ പറയുന്നത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇത്തിരി പ്രതിസന്ധിയിലാണ് നമ്മൾ. കാര്യം കസ്റ്റമറിനൊന്നും കൊടുക്കാൻ പറ്റില്ല. വരുന്നവർക്കെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കസ്റ്റമർ എന്തായാലും ബുദ്ധിമുട്ടിലാവും. പിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാവുന്ന സമയത്ത് നമുക്ക് വേറെ കമ്പനി പാലുകളുണ്ടല്ലോ, മുരളി, ID മിൽക്ക്. അപ്പോൾ അതിനെയൊക്കെ ആശ്രയിക്കും കസ്റ്റമർ സ്വാഭാവികമായിട്ടും. തൊട്ടപ്പുറത്ത് തന്നെ കടയുണ്ട്, അങ്ങോട്ട് പോവാം.